അപ്പോൾ ആദ്യം തന്നെ എൻ്റെ എല്ലാ മക്കൾക്കും ഒരു ഹാപ്പി ദിവാലി. നമ്മൾ ഇന്നൊരു നല്ല ഒരു ആഘോഷത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ദിവാലി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ എല്ലാ സങ്കടങ്ങളും ദുരിതങ്ങളുടെയും ഇരുട്ടിൽ നിന്നും നമ്മൾ ഈ ദീപാവലിക്ക് വെളിച്ചം തെളിയിച്ചുകൊണ്ട് അഥവാ തിരി തെളിയിച്ചുകൊണ്ട് നമ്മൾ സന്തോഷത്തിനെയും സമാധാനത്തിനെയും ഒക്കെ വരവേൽക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ദീപാവലി ആഘോഷിക്കുന്ന എല്ലാ മക്കൾക്കും ഹാപ്പി ദിവാലി എന്ന് തന്നെയാണ് മിസ്സിന് പറയാനുള്ളത്. ആൻഡ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഇതിൻ്റെ ഇടയിൽ മിസ്സിന് പറയാനുണ്ട്. അപ്പോൾ ദിവാലി ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഓണം കഴിഞ്ഞ് ദിവാലി എത്തിക്കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മുടെ കണ്ണ് തുറക്കുമ്പോഴേക്കും നമ്മുടെ ക്രിസ്മസ് എത്തിയല്ലേ. ഈ ക്രിസ്മസ് എത്തുന്നതിന് മുമ്പ് നമ്മുടെ ആഘോഷത്തിനെല്ലാം മുമ്പ് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഒരു കടമ്പയുണ്ടല്ലേ. അതാണ് നമ്മളുടെ സ്വന്തം ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ ഇവൻറ്റിലും നിങ്ങളടുത്ത് വന്ന് പറയാറുള്ള കാര്യം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ക്രിസ്മസ് എക്സാമിന് നന്നായിട്ട് പഠിച്ചേ പറ്റുള്ളൂ, എക്സാം ടഫാവും അല്ലേ, നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ടാവില്ല, 2 months ഉള്ളൂ അല്ലേ. അങ്ങനെ ഓരോ പ്രാവശ്യമായിട്ട് നിങ്ങളടുത്ത് വന്ന് അതിൻ്റെ ഇമ്പോർട്ടൻസും എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ ഇവൻ്റൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് എല്ലാവരും പറയും യെസ് മിസ് റെഡിയാണ്, ഞാൻ ഇന്ന് മുതൽ പഠിക്കാൻ വേണ്ടി തുടങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ പോകാറല്ലേ. എത്ര ദിവസം നിങ്ങൾ ആ കാര്യം കണ്ടിന്യൂ ചെയ്യാറുണ്ട്? നമ്മൾ കഴിഞ്ഞ ഇവൻറ്റിന് വന്ന സമയത്ത് എല്ലാവരും ഇന്നു മുതൽ പഠിക്കാൻ വേണ്ടി തുടങ്ങും എന്നുള്ള ഒരു പ്രതിജ്ഞയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. എത്ര പേര് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക. പഠിക്കുന്നില്ല മിസ്, ഞാൻ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഇല്ല എന്നുള്ളവരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഭൂരിഭാഗം പേരും സ്വാഭാവികമായിട്ടും ആദ്യത്തെ 2 ദിവസം പഠിച്ചിട്ട് പിന്നീട് വീണ്ടും നിങ്ങൾ പഴയ പോലെ ഉഴപ്പിലേക്ക് പോയ ആൾക്കാർ തന്നെയായിരിക്കും. സോ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാൻ പോവാണ്. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഇനി വെറും 50 ദിവസമാണ് ബാക്കിയുള്ളത്. ജസ്റ്റ് 50 days. ഈ 50 ദിവസത്തിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സിലബസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ 50നും പുറത്തായിരിക്കും. ഉറപ്പായിട്ടും നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഇനി പോയിട്ടില്ലെങ്കിൽ അവസാനം നിങ്ങൾ എവിടെയും എത്താതായി പോവും. നല്ലൊരു മാർക്കിലേക്ക് ഉറപ്പായിട്ടും മക്കളെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റില്ല, അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് നിങ്ങൾ സിലബസ് മാറുകയും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും എല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എഫക്റ്റ് ചെയ്യും. സോ ഇനിയെങ്കിലും ഇതൊരു ലാസ്റ്റ് ചാൻസ് ആയിട്ട് ഈ ഒരു 50 days എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇനി മുമ്പോട്ട് പോകേണ്ടത്, ക്രിസ്മസ് എക്സാമിന് എനിക്ക് മാർക്ക് വാങ്ങണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന മക്കളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും മക്കളെ നിങ്ങൾ നമ്മുടെ എക്സാമിനറിൻ്റെ ഈ ക്രിസ്മസ് എക്സാമിൻ്റെ 50 days മിഷൻ സ്റ്റഡി മിഷനിൽ നിങ്ങളെല്ലാവരും നമ്മുടെ ഇവൻറ്റിൽ പങ്കെടുക്കുക. സോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് കൃത്യം താഴെ കാണുന്ന സമയത്ത് നമ്മളുടെ ഇവൻറ്റിലേക്ക് നിങ്ങൾ എത്തുക എന്നാണ് മിസ്സിന് പറയാനുള്ളത്. സോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ആൻഡ് ഇവൻറ്റിലേക്ക് എല്ലാവരെയും മിസ് വെൽക്കം ചെയ്യാണ്. സോ നമുക്ക് ഇവൻറ്റിൽ എന്താണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ, എങ്ങനെയാണ് നമുക്ക് പഠിക്കേണ്ടത്, നമ്മുടെ പോർഷൻസ് എന്തൊക്കെയാണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിവീൽ ചെയ്യുന്നുണ്ടാവും. സോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ആൻഡ് കൃത്യസമയത്ത് നമ്മുടെ ലൈവിലേക്ക് എത്തുക.